ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസമായിട്ടാണ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ചുമ്മാ മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങനെ തനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി കിടക്കുന്നു, നല്ലൊരു സെറ്റായിട്ട്. ഞാൻ കരുതി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് നല്ല സെറ്റായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ പോലെ സെറ്റാക്കി വെച്ചാലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒന്ന് വീഡിയോ കൂടി എടുത്താലോ, ഒരു കണ്ടൻറ്റും ആവുമല്ലോ. അപ്പം ഇങ്ങനെ കാടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തങ്കമണി ചേച്ചീനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. മണി പ്ലാന്റൊക്കെ കാണുന്നില്ലേ, ഇങ്ങനെ മതിലിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഒരു ചട്ടിയിലാക്കിയിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ആ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യണം. എന്നിട്ട് നല്ല നല്ല ചെടികളൊക്കെ നോക്കിയിട്ട്, ഒരുപാട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ, അതൊക്കെ നോക്കിയിട്ടൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കണം. എനിക്ക് ഈ ഗാർഡൻ ചെടികൾ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എന്തോന്നറിയില്ല, നല്ല കുറേ പൂക്കളുള്ള ചെടികളാണ് എനിക്കിഷ്ടം. നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഈ ഇലകൾ മാത്രമുള്ള കുറേ ചെടികളുണ്ടാകുന്നില്ലേ, അതിനേക്കാൾ എനിക്കിഷ്ടം കുറേ പൂക്കളിങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ചെടിയിൽ ഇങ്ങനെ പൂക്കൾ പിടിച്ചിട്ട് ആ കാണുന്ന ആ ഒരു ഭംഗിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എവിടെന്നെങ്കിലും കുറച്ചും കൂടി ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂടെ വെക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പം ഉള്ളത് കൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഒന്ന് സെറ്റാക്കി വെക്കാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഭാഗത്താണ് ഞാനിപ്പോൾ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് ചുറ്റും കുറച്ച് കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുണ്ടായതുകൊണ്ട് തന്നെ ഒരു വൃത്തികേടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ കാടുകളൊക്കെ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കണം. അപ്പം കൂടെ ഒരു ഏച്ചിയും കൂടി ഉണ്ട് കേട്ടോ ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കളമൊക്കെ ക്ലീൻ ചെയ്തു, ഓരോന്നായിട്ട് നല്ലതൊക്കെ നോക്കി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ ചെടികളൊക്കെ ഇങ്ങനെ വേര് പിടിച്ച് പടർന്ന് കിടപ്പുണ്ട്. അതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ലത് നോക്കിയെടുത്തിട്ട് ചട്ടിയിലാക്കി വെക്കണം. അപ്പം അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ ഹെൽപ്പിന് ഉള്ള ചേച്ചിട്ടാ. ചേച്ചി എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രൈപോഡിൽ ഇങ്ങനെ ഫോൺ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഇതെങ്ങനെയാണ് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തോട്ടാ. അപ്പോൾ കാടൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചേച്ചി പോയിട്ടാണ്. അപ്പോൾ തന്നെ കാട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു വൃത്തിയായിട്ടാണ് ആ സൈഡൊക്കെ. പിന്നെ ഉമ്മ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എടുക്കുന്നു. പിന്നെന്താ, മണി പ്ലാന്റൊക്കെ ചുമരിനൊക്കെ ഇങ്ങനെ കുറേ പടർന്ന് വന്നിട്ടുണ്ടായിരുന്നു മുമ്പത്തെ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് അതിൽ നിന്ന് നല്ല ഭാഗമൊക്കെ നോക്കിയിട്ട് ഒരു ചട്ടിയിലാക്കിയിട്ട് വെച്ചു. പിന്നെ കുറച്ച് മണി പ്ലാന്റ് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനൊരു ടയറിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ എൻ്റെ ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉമ്മാൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേന, മഞ്ഞൾ, പിന്നെന്താ സപ്പോട്ടൊക്കെ കുറേ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ കറിവേപ്പില, അങ്ങനെ അതൊക്കെ ഉമ്മ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിലൊന്നും ഞാൻ കൈ കടത്താറില്ല. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ കാന്താരി മുളക്, അതൊക്കെ ഉമ്മ വിത്തൊക്കെ വാളിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന കാര്യങ്ങളാണ്.
അങ്ങനെ ഫൈനലി എൻ്റെ ഒരു കൊച്ചു ഗാർഡൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ. കാരണം ആ സൈഡിലുള്ള ആ കാടൊക്കെ പോയി നല്ല വൃത്തിയായപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചപ്പോൾ, സെറ്റാക്കി വെച്ചപ്പോൾ കാണുമ്പോൾ ഒരു മനസ്സുഖം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാ വല്ല പൂന്തോട്ടം, ഇതിലെന്താ ഉള്ളതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ, ഒരുപാട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സുഖമില്ലേ, അതിപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം. ഈ കൊച്ചു ഗാർഡൻ കുറച്ച് വലിയൊരു ഗാർഡനാക്കി മാറ്റണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. 10 മണിപ്പൂവൊക്കെ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ യെല്ലോവും പിങ്കും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പൂവ് പിടിക്കുന്ന ചെടികളാണ് വേണ്ടത്. അപ്പം അത് ഞാൻ എന്തായാലും എവിടെന്നെങ്കിലായിട്ട് സെറ്റാക്കി കൊണ്ടുവരും ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തേക്ക് ബൈ ബൈ, അസ്സലാമു അലൈക്കും.